ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രകടന പത്രികയുടെ രണ്ടാം ഘട്ടം പുറത്തിറക്കി ബി.ജെ.പി. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള വിദ്യാർത്ഥികൾക്ക് PG വരെ സൗജന്യ വിദ്യാഭ്യാസം, പിന്നോക്ക വിഭാഗത്തിലെ കുട്ടികൾക്ക് പ്രത്യേക സ്കോളർഷിപ്പ്, ഓട്ടോ ടാക്സി തൊഴിലാളികൾക്ക് ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കുമെന്നും ബി.ജെ.പി. ഡൽഹിയിൽ അഴിമതി പൂർണ്ണമായും തുടച്ചു നീക്കുമെന്നും പ്രകടന പത്രിക പുറത്തിറക്കിയ മുൻ കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ വ്യക്തമാക്കി. ഫെബ്രുവരി 5-ന് വോട്ടെടുപ്പ് നടക്കുന്ന ഡൽഹിയിൽ ബി.ജെ.പി. പ്രകടന പത്രികയുടെ രണ്ടാം ഘട്ടം പുറത്തിറക്കി. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾക്ക് LKG മുതൽ PG വരെ സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പാക്കും. സിവിൽ സർവീസ് ഉൾപ്പെടെ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് 15,000 രൂപ വരെ സാമ്പത്തിക സഹായം. സാങ്കേതിക പഠനം നടത്തുന്ന പിന്നാക്ക വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് ഭീംറാവ് അംബേദ്കർ സ്റ്റൈപ്പൻഡ് ഇനത്തിൽ പ്രത്യേക സ്കോളർഷിപ്പ് നൽകും തുടങ്ങിയ വാഗ്ദാനങ്ങളാണ് പ്രകടന പത്രികയിൽ ബി.ജെ.പി. നൽകിയത്. ആം ആദ്മി സർക്കാരിന്റെ അഴിമതി അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കുമെന്നും അഴിമതിരഹിത ഭരണം ബി.ജെ.പി. ഉറപ്പാക്കുമെന്നും പ്രകടന പത്രിക പുറത്തിറക്കിക്കൊണ്ട് മുൻ കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ പറഞ്ഞു. KG से PG तक मुफ्त शिक्षा मिलेगी दिल्ली के जरूरतमंद छात्रों को सरकारी शैक्षिक संस्थानों में। जी हां, आपने ठीक सुना, KG से PG तक मुफ्त शिक्षा प्रदान करेंगे जरूरतमंद छात्रों को सरकारी शैक्षिक संस्थानों में. ഓട്ടോ ടാക്സി തൊഴിലാളികൾക്ക് ക്ഷേമ ബോർഡ് രൂപീകരിക്കുമെന്നും ഡ്രൈവർമാർക്ക് 10 ലക്ഷം രൂപ ലൈഫ് ഇൻഷുറൻസും അപകട ഇൻഷുറൻസും നൽകുമെന്നും ബി.ജെ.പി. വാഗ്ദാനം ചെയ്തു. മഹിളാ സ്മൃതിയിലൂടെ വനിതകൾക്ക് പ്രതിമാസം 2,500 രൂപ ഉൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങളുമായി പ്രകടന പത്രികയുടെ ആദ്യഘട്ടം നേരത്തെ ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ JP നദ്ദ പുറത്തിറക്കിയിരുന്നു. ജനം, ഡൽഹി.